പ്രൈസ് ദി ലോർഡ്. കർത്താവിന് മഹത്വം. വചന ദൂത് എന്ന ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ദൈവവചനം ധ്യാനിക്കുന്നത് യിരെമ്യാ പ്രവചനം 32-ാം അധ്യായം 27-ാം വാക്യവും 32-ാം അധ്യായം 2-ാം വാക്യവുമാണ്. 27-ാം വാക്യത്തിൽ, ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ഇതാണ് നമ്മുടെ കുറിവാക്യം. എന്നാൽ 2-ാം വാക്യത്തിൽ അതിന്റെ പശ്ചാത്തലമാണ് കാണാൻ കഴിയുന്നത്. അന്ന് ബാബേൽ രാജാവിന്റെ സൈന്യം യെരുശലേമിനെ നിരോധിച്ചിരുന്നു. യിരെമ്യാവിനെ കാവൽപ്പുരമുറ്റത്ത് അടച്ചിട്ടിരുന്നു. ഇതാണ് പശ്ചാത്തലം. അപ്പോൾ ബാബേൽ രാജാവ്, മേലാധിപത്യമുള്ള രാജാവ്, യെരുശലേമിൽ വന്ന് ആ രാജ്യത്തെ, പട്ടണത്തെ ഉപരോധിക്കുന്ന ഒരു ചിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പഴയ കാലത്തെ യുദ്ധതന്ത്രങ്ങൾ അങ്ങനെയായിരുന്നു. അവർ കാലാൾപ്പടയായി, കുതിരപ്പടയായി, നാവികപ്പടയായിട്ടൊക്കെ വന്ന് പട്ടണം വളഞ്ഞ് വാടകൂരി അവരെ ഉപരോധിച്ച് അവർക്ക് പുറത്തിറങ്ങാനോ അകത്ത് കയറാനോ കഴിയാതെ വണ്ണം, ക്രയവിക്രയങ്ങൾ ചെയ്യാൻ കഴിയാതെ വണ്ണം, കൃഷി ചെയ്യാൻ കഴിയാതെ വണ്ണം, ഗമനാഗമനങ്ങൾ നടത്താൻ കഴിയാതെ വണ്ണം അവരെ ഉപരോധിച്ചിരുന്നു, നിരോധിച്ചിരുന്നു. അതുമാത്രമല്ല, ആ ജനത്തിനു വേണ്ടി ദൂത് പറയുന്ന പ്രവാചകൻ ആയിരുന്നു യിരെമ്യാവ്. യിരെമ്യാവിനെയും അവർ കാവൽപ്പുരമുറ്റത്ത് അടച്ചിട്ടിരുന്നു. പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ പോരാട്ടം അനുഭവിച്ച വ്യക്തിയായിരുന്നു യിരെമ്യാവ്. നീക്കുപോക്കില്ലാത്ത കഷ്ടം, നിർഭയമായ പ്രഘോഷണം, ക്ഷീണിച്ചു പോകാത്ത മധ്യസ്ഥത എന്നുള്ളത് യിരെമ്യാ പ്രവാചകന്റെ പ്രത്യേകതയായിരുന്നു. ഒരു പുരോഹിത ഗ്രാമമായ അനാഥോത്തിൽ ജനിച്ചെങ്കിലും പ്രവാചക ശുശ്രൂഷയാണ് താൻ നിർവഹിച്ചത്. യോശിയാവിന്റെ കാലത്ത് താൻ ശുശ്രൂഷ ആരംഭിച്ചു. യഹൂദാജനത്തിന്റെ അധപ്പതനവും വീഴ്ചയുമായിരുന്നു പ്രധാന സന്ദേശം. അപ്പോൾ തന്നെ ദാവീദ് പുത്രനായ ക്രിസ്തുവിനെ കുറിച്ച്, ദാവീദിന്റെ മുളയെക്കുറിച്ച്, ദേവാലയത്തിന്റെ ശുദ്ധീകരണത്തെക്കുറിച്ച്, രാമയിലെ നിലവിളിയെക്കുറിച്ചൊക്കെ പുതിയ നിയമവുമായി ബന്ധപ്പെട്ട പ്രവചനാത്മാവിൽ പ്രവചിച്ച പ്രവാചകൻ കൂടിയാണ് യിരെമ്യാ. ആ യിരെമ്യാ പ്രവാചകനെയാണ് കാവൽപ്പുരമുറ്റത്ത് അടച്ചിട്ടത്. യിരെമ്യാവിനെ അടച്ചിട്ടത് ബാബേൽ സൈന്യമല്ല, യഹൂദ ജനത്തിലെ പ്രമാണിമാരാണ്. അതെന്തിനാണ് യിരെമ്യാവിനെ അടച്ചിട്ടത്? യിരെമ്യാവിന്റെ പ്രവചനം അതുപോലെ ദൈവം കൊടുത്ത ദൂത് മായം ചേർക്കാതെ പറഞ്ഞു എന്നുള്ളതാണ്. വാളിനുള്ളവർ വാളിനും, ക്ഷാമത്തിനുള്ളവർ ക്ഷാമത്തിനും, മരണത്തിനുള്ളവർ മരണത്തിനും, പ്രവാസത്തിനുള്ളവർ പ്രവാസത്തിനും പൊയ്ക്കൊള്ളട്ടെ എന്ന യിരെമ്യാ പ്രവാചകന്റെ പ്രവചനം യഹൂദയിലെ പ്രമാണിമാരെ ചൊടിപ്പിക്കുകയും അതിന്റെ പരിണിതഫലമായി യിരെമ്യാവിനെ പിടിച്ച് കാരാഗൃഹത്തിൽ അടയ്ക്കുകയും ചെയ്തു, ആമത്തിൽ ഇടുകയും ചെയ്തു, കാവൽപ്പുരമുറ്റത്ത് തന്നെ. അപ്പോൾ യിരെമ്യാ പ്രവാചകനെ അവർ ബന്ധിച്ചിരിക്കുന്നു. മാത്രമല്ല, ജനത്തെയും നിരോധിച്ചിരിക്കുന്നു. വാസ്തവത്തിൽ ഇന്നത്തെ ഒരു ലോക്ക്ഡൌൺ പീരീഡ് പോലെയുള്ള പശ്ചാത്തലമായിരുന്നു അന്നത്തെ പശ്ചാത്തലം. പക്ഷെ എല്ലാ രാജ്യങ്ങളോടുള്ള ബന്ധത്തിലില്ല എന്ന് മാത്രം. നിരോധനം വന്നാൽ, ഉപരോധം വന്നാൽ എന്താണ് അടുത്തത്? ക്ഷാമമാണ് വരുന്നത്. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം വായിക്കുമ്പോൾ അരാം സൈന്യം ശമരിയെ നിരോധിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. അതിന്റെ പരിണിതഫലം ക്ഷാമമായിരുന്നു.
ഒരു കഴുതത്തലയ്ക്ക് 80 വെള്ളിക്കാശും 5 പ്രാകാഷ്ഠത്തിന് 1/4 കപ്പ് പ്രാകാഷ്ഠത്തിന് 5 വെള്ളിക്കാശുമായി. ഇന്ന് എന്റെ തലമുറയെ പുഴുങ്ങി തിന്നാം, നാളെ നിന്റെ തലമുറയെ പുഴുങ്ങി തിന്നാം എന്ന നിലകളിൽ ക്ഷാമം വർദ്ധിച്ചു വരുവാൻ ഇടയായി. അപ്പോൾ ഉപരോധം, നിരോധനം, ലോക്ക്ഡൌൺ എന്നൊക്കെ പറയുമ്പോൾ ക്ഷാമം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പശ്ചാത്തലം കൂടിയാണ്. അപ്പോൾ യിരെമ്യാ പ്രവാചകൻ ജനത്തിന്റെ അവസ്ഥ കണ്ട് ക്ഷീണിച്ചു പോകാത്ത മധ്യസ്ഥതയുള്ളവൻ പ്രാർത്ഥനാ നിരതനായി പ്രാർത്ഥന തുടർന്നുകൊണ്ടേയിരുന്നു. ഇനി അതിന്റെ യെരുശലേമിന്റെ അവരുടെ വിശാലമായ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് തകർച്ചയെ സംബന്ധിച്ചിടത്തോളം 11-ാം അധ്യായം 16-ാം വാക്യം നാം വായിക്കുമ്പോൾ യിരെമ്യാവ് കാണുന്ന മറ്റൊരു കാഴ്ച ഇങ്ങനെയാണ്: മനോഹര ഫലങ്ങളാൽ ശോഭിതമായിരുന്ന പച്ച ഉലുവൃക്ഷമെന്ന് യഹോവ നിനക്ക് പേർ വിളിച്ചിരുന്നു. എന്നാൽ മഹാകോലാഹലത്തോടെ ദൈവം അതിനെ തീവെച്ചു, അതിന്റെ കൊമ്പുകൾ ആമേൻ ഒടിഞ്ഞു കിടക്കുന്നു എന്നാണ് നാം വായിക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ ജനം മുമ്പ് എങ്ങനെയായിരുന്നു എന്നുള്ള ഒരു പൂർവകാല അവസ്ഥയാണ് അവിടെ പ്രവാചകൻ പറയുന്നത്. അത് മാത്രമല്ല, വർത്തമാനകാലത്തിൽ ഇപ്പോൾ അവരുടെ അവസ്ഥ എന്താണ് എന്നും നമുക്ക് കാണാൻ കഴിയുന്നു. മുമ്പ് മനോഹര ഫലങ്ങളാൽ ശോഭിതമായ പച്ച ഒലിവൃക്ഷമായിരുന്നു. ഒലിവ നമുക്കറിയാം, ആലയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള ഒരു വൃക്ഷമാണ്. ആലയത്തിലെ വിളക്ക് നിത്യം കത്തിക്കൊണ്ടിരിക്കേണ്ടതിനെ ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണയാണ് ഉപയോഗിച്ചിരുന്നത്. യഹോവയുടെ 2 അഭിഷിക്തന്മാർക്ക് അവരെ കുറിച്ച് പറയുമ്പോൾ 2 ഒലിവ് കൊമ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആലയവുമായി ബന്ധപ്പെട്ട് ഉപയോഗിച്ചിരുന്ന ഒരു വൃക്ഷമായിരുന്നു ഒലിവ് എന്നുള്ളത്. അപ്പോൾ ഒലിവ് യഹൂദന്റെ ആത്മീയത്തെയും, മുന്തിരി യഹൂദന്റെ സാമ്പത്തികത്തെയും, അത്തി യഹൂദന്റെ രാഷ്ട്രീയത്തെയും കാണിക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ അവരുടെ ആത്മീയമായ നിലയാണ് ഒലിവ് കൊമ്പ് ഒടിഞ്ഞു കിടക്കുന്നതിനെ കാണിക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ ജനത്തിന്റെ ആത്മീയ നിലവാരം തകർന്ന ഒരു പശ്ചാത്തലം പ്രവാചകൻ ആത്മാവിൽ കണ്ട് അവരെ ബോധ്യപ്പെടുത്തുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിന്റെ മക്കളെ, ഉപരോധം ഉണ്ടാകാം, നിരോധനം ഉണ്ടാകാം, ലോക്ക്ഡൌൺ പോലെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം, ക്രയവിക്രയങ്ങൾ നടക്കാതിരിക്കാം, ഗമനാഗമനങ്ങൾ ഇല്ലാതിരിക്കാം. എന്നാൽ നമ്മുടെ ആത്മീയ നിലവാരം ഒടിഞ്ഞു കിടക്കാൻ പാടില്ല, അതിന് തകർച്ച വരാൻ പാടില്ല എന്നുള്ള കാര്യം നാം മറന്നുപോയി. അത് ഒടിയാൻ കാരണമെന്താണ്? ദൈവം തീവെക്കാൻ കാരണമെന്താണ്? പണ്ട് ദേവാലയം, മനോഹരമായ ദേവാലയം ശലോമോൻ പണിതു. ദൈവം ആമേൻ ആ ദേവാലയത്തിൽ ഇറങ്ങി വന്നു. ശലോമോന്റെ യാഗത്തിൽ ദൈവം പ്രത്യക്ഷനായി. ദൈവം അവന് വരങ്ങൾ കൊടുത്തു, ജ്ഞാനം നൽകി, പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി. ദൈവപ്രത്യക്ഷത ഒരളവിൽ ഉണ്ടായി. ദൈവം അപ്പോൾ അവനോട് പറഞ്ഞു, ശലോമോനെ, നീ പണിത ആലയം എത്ര വലുതായിരുന്നാലും എന്റെ ജനം എന്റെ പ്രമാണത്തിൽ നിൽക്കാതെ പോയാൽ ഞാൻ അതിനെ തീവെച്ചു കളയും എന്ന് പറയുവാനിടയായി. പലപ്പോഴും തീവെക്കുന്ന അനുഭവങ്ങൾ വന്നു ഭവിക്കുന്നത് പ്രമാണമറിഞ്ഞ ദൈവ പൈതലിന്റെ വീഴ്ച നിമിത്തമാണെന്നുള്ള കാര്യം നാം മറന്നു പോകാൻ. മറ്റുള്ളവരെ കുറ്റം പറയാതെ, അവരുടെ കുറവുകൾ കണ്ടുപിടിക്കാതെ, അവരെ ചോദ്യം ചെയ്യാതെ, അവരെ വിമർശിക്കാതെ, ദൈവമക്കളാകുന്ന നാം ഈ സമയങ്ങളിൽ നമ്മുടെ കുറവുകൾ കണ്ടുപിടിച്ച് ദൈവത്തോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അടുത്തു വരാൻ തയ്യാറാകുമ്പോൾ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം ദൈവം ഇറങ്ങി വന്ന് ദേശത്തിന് സൗഖ്യം വരുത്തും എന്ന വചനവും ഈ തരത്തിൽ നാം ഓർക്കേണ്ടതാണ്, ഈ സന്ദർഭത്തിൽ നാം ഓർക്കേണ്ടതാണ്.
എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങൾ വിട്ടുതിരിഞ്ഞ് ആമേൻ വരുമെങ്കിൽ ഞാൻ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. അപ്പം ദൈവജനം മടങ്ങി വരുമ്പോൾ ആ ഉണ്ടാകുന്ന സൗഖ്യം ദേശത്തിന് ആണ് വെളിപ്പെട്ടു വരുന്നത്. അപ്പോൾ ഇവിടെ സംഭവിക്കേണ്ടത് ദൈവജനത്തിന്റെ മടങ്ങിവരവാണ്, യഥാസ്ഥാപനമാണ്, രൂപാന്തരമാണ്, ഹൃദയനുറുക്കമാണ്, അവരുടെ പ്രാർത്ഥനയാണ്, അവരുടെ നിലവിളിയാണ് ആമേൻ വെളിപ്പെട്ടു വരേണ്ടത് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അപ്പോൾ ഒന്നാമത് പ്രഥമമായി യിരെമ്യാവിനെയും ജനത്തെയും നിരോധിച്ചിരിക്കുന്നു. രണ്ടാമത് അതിന്റെ വിശാലമായ അവരുടെ തകർച്ചയുടെ ആഴം കാണിക്കുന്ന ഒരു വെളിപ്പാടാണ് നാം കേട്ടത്. ഒലിവ് കൊമ്പ് ഒടിഞ്ഞു കിടക്കുന്നു. മനോഹര ഫലങ്ങളാൽ ശോഭിതമായിരുന്നു. ബ്യൂട്ടിഫുൾ ഇൻ ഫോം ആൻഡ് ഫ്രൂട്ട്. കാഴ്ചയിലും ഉപയോഗത്തിലും മനോഹരമായിരുന്നു. ചിലത് കാണാൻ കൊള്ളാം, പക്ഷെ തിന്നാൻ കൊള്ളത്തില്ല. ചിലർ തിന്നാൻ കൊള്ളാം, പക്ഷെ കാണാൻ കൊള്ളത്തില്ല. പക്ഷേ കാണാനും ആമീൻ ഉപയോഗിക്കാനും ഒരുപോലെ കൊള്ളാമായിരുന്നു ഇസ്രായേലിനെ. പക്ഷെ ഇപ്പോൾ ദൈവം തന്നെ അതിനെ തീ വെച്ച് കളഞ്ഞിരിക്കുന്നു. രണ്ടാമത്തെ വെളിപ്പാട് യിരെമ്യാ പ്രവചനം 13-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങളിലാണ്. ദൈവം യിരെമ്യാവിനോട് പറയുകയാണ്, നീ ചെന്ന ഒരു ചണനൂൽക്കച്ച വാങ്ങി അരക്കി കെട്ടണം, വെള്ളത്തിലിടരുത്. അതിനുശേഷം അതിനെ എഫ്രാത്ത് നദിയുടെ തീരത്ത് ഒരു പാറയുടെ വിള്ളലിൽ കൊണ്ടുപോയി വെക്കണം. ചില നാളുകൾ കഴിയുമ്പോൾ നീ ചെന്ന് അത് എടുത്തു നോക്കണം. എടുത്തു നോക്കിയപ്പോൾ ആ അരക്കച്ച ഒന്നിനും കൊള്ളരുതാത്തതായി തീർന്നു എന്നാണ് നാം വായിക്കുന്നത്. എന്താണ് ഇവിടെ അർത്ഥമാക്കുന്നത്? അരക്കച്ച ഇസ്രായേൽ ജനത്തെ കുറിക്കുന്നതാണ്. അരക്കച്ച അരയോട് പറ്റിയിരുന്നു എന്ന് പറയുമ്പോൾ അവർ ദൈവത്തോട് പറ്റിയിരുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. ആ അരക്കച്ച പുതിയതായിരുന്നു എന്ന് പറയുമ്പോൾ ജനം ഫ്രഷായിരുന്നു. രക്ഷിക്കപ്പെട്ടപ്പോൾ, സ്നാനപ്പെട്ടപ്പോൾ, ആത്മാനിറവിന്റെ അനുഭവങ്ങൾ പ്രാപിച്ചപ്പോൾ, ആദ്യ സ്നേഹത്തിൽ നിലനിന്നപ്പോൾ, ദൈവത്തിന് വേണ്ടി എന്തും ഏതും ആകുവാൻ അവൻ സമർപ്പിക്കപ്പെട്ട ആ കാലങ്ങളിൽ അവർ ഫ്രഷായിരുന്നു. എന്നാൽ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ പാറയുടെ വിള്ളലിൽ നിന്ന് ആ അരക്കച്ച മാന്തിയെടുത്ത് നോക്കിയപ്പോൾ അതൊന്നിനും കൊള്ളരുതാത്തതായി തീർന്നു. ഇറ്റ് വാസ് ടോട്ടലി വർത്ത്ലെസ് എന്ന പ്രയോഗമാണ് ഇംഗ്ലീഷിൽ നാം വായിക്കുന്നത്. മൊത്തത്തിൽ ഒന്നിനും കൊള്ളരുതാത്തതായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്നലകളിൽ ഉപയോഗപ്പെട്ടിരുന്ന, ഇന്നലകളിൽ പ്രയോജനപ്പെട്ടിരുന്ന ദൈവത്തിന്, ദൈവനാമത്തിന്, ദൈവസഭയ്ക്ക്, ദൈവദാസന്മാർക്ക്, ആമേൻ സ്തോത്രം, സ്വന്തക്കാർക്ക്, ബന്ധുജനങ്ങൾക്ക്, അന്യർക്ക്, അനാഥർക്ക്, വിധവമാർക്ക്, പരദേശികൾക്ക് ഒക്കെ താങ്കൾ പ്രയോജനപ്പെട്ടിരുന്നു. പക്ഷെ ഇന്ന് പ്രയോജനപ്പെടാൻ കഴിയാത്ത നിലകളിൽ അരക്കച്ച ദ്രവിച്ചു പോയതുപോലെ ഒന്നിനും കൊള്ളരുതാത്തതായി തീർന്നിട്ടുണ്ടെങ്കിൽ കർത്താവിലേക്ക് മടങ്ങി വരാൻ തയ്യാറായാൽ വീണ്ടും ആമേൻ സ്തോത്രം ഉപയോഗമുള്ള ഒരു നല്ല അരക്കച്ചയാക്കി ദൈവം മാറ്റാനിടയാണ്. അപ്പോൾ അരയോട് പറ്റിയിരുന്ന, ദൈവത്തോട് പറ്റിയിരുന്ന, പ്രമാണത്തോട് പറ്റിയിരുന്ന ആ ജനം ആമേൻ ഒന്നിനും കൊള്ളരുതാത്തതുപോലെയായി എന്ന് പറയുകയാണ്. ആ അരക്കച്ച മുഴുവൻ ദ്രവിച്ചുപോയി. പഴയ കാലങ്ങളിൽ, ഇന്നത്തെ സമൃദ്ധി ഇല്ലാതിരുന്ന കാലങ്ങളിൽ, ഒരു 40-50 വർഷത്തിന് മുമ്പ് ഒരു സാരി കീറിയാൽ അതിന്റെ ഒരു ഭാഗം, മെയിനായിട്ടുള്ള ഭാഗം കൊണ്ട് ജനലിന് കർട്ടനിടുമായിരുന്നു. ബാക്കിയുള്ള ഭാഗം എടുത്ത് പില്ലോ കവർ തയ്ക്കുമായിരുന്നു. ദാരിദ്ര്യമുള്ള ഇന്നത്തെ സമൃദ്ധിയുടെ പശ്ചാത്തലത്തിലല്ല, പഴയ കാലത്തെ കാര്യമാണ്. എന്നാൽ എന്റെ ഭാവനയിൽ പറഞ്ഞാൽ ആ പില്ലോ കവറിന് പോലും ഒരു പീസ് എടുക്കാനില്ലാതെ വണ്ണം ആ അരക്കച്ച ദ്രവിച്ച് ഒന്നിനും കൊള്ളരുതാത്തതായി മാറി. ഇതുപോലെയാണ് ചിലർ, ഒന്നിനും കൊള്ളരുതാത്തവരാണ്. ക്രേത്തയിലുള്ളവരെ കുറിച്ച് പറയുമ്പോഴും അപ്പോസ്തലൻ പറയുന്നത് ക്രേത്തർ സർവദാ അസത്യവാദികളാണ്, അവർ മടിയന്മാരായ പെരുവേറന്മാരാണ്, അവർ യാതൊരു നല്ല കാര്യത്തിനും കൊള്ളരുതാത്തവരാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നല്ല കാര്യത്തിന് കൊള്ളാകുന്നവരാകാനാണ്.
ദൈവനാമത്തിനൊക്കെ കൊള്ളാകുന്നവരാകാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഇസ്രായേലിന്റെ തകർച്ചയുടെ ചിത്രമാണ് അരക്കച്ചയുടെ ദ്രവത്വം. മൂന്നാമത്തെ അവരുടെ തകർച്ചയെ കാണിക്കുന്നത് യിരെമ്യാപ്രവചനം 18-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ്. ദൈവം യിരെമ്യാവിനോട് പറയുകയാണ്, നീ കുശവന്റെ വീട്ടിലേക്ക് ചെല്ലണം. കുശവൻ ആമേൻ കളിമണ്ണ് കൊണ്ട് പാത്രം മെനഞ്ഞുകൊണ്ടിരിക്കുകയായി. ആമേൻ യിരെമ്യാവ് നോക്കിക്കൊണ്ടിരിക്കെ കുശവന്റെ കയ്യിലിരിക്കുന്ന ആ കളിമൺ പാത്രം മെനഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് ചീത്തയായി പോയി എന്നാണ് നാം വായിക്കുന്നത്. അപ്പോൾ കുശവനാരാണ്? ദൈവമാണ്. കളിമണ്ണാരാണ്? മനുഷ്യരായ നാം ഓരോരുത്തരുമാണ്, അഥവാ ഇസ്രായേൽ ജനമാണ്. അപ്പോൾ ദൈവത്തിന്റെ കയ്യിൽ ദൈവം മെനഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചീത്തയായി പോയ ജനം, ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചീത്തയായിപ്പോയി. ദൈവനാമത്തിന് വേണ്ടി നിൽക്കുമ്പോൾ തന്നെ, പാടുമ്പോൾ തന്നെ, പ്രാർത്ഥിക്കുമ്പോൾ തന്നെ, ആരാധിക്കുമ്പോൾ തന്നെ, ഉപവസിക്കുമ്പോൾ തന്നെ, അന്യഭാഷ പറയുമ്പോൾ തന്നെ, ആലയത്തിലെ അംഗത്വം ഉള്ളപ്പോൾ തന്നെ, ആമേൻ എല്ലാത്തിന്റെയും മുൻപന്തിയിൽ നിൽക്കുമ്പോൾ തന്നെ ചിലർ ആമേൻ അവന്റെ കയ്യിലിരുന്ന് ചീത്തയായി പോകുന്നവരുണ്ട്. പുറമെ നോക്കിയാൽ അറിയത്തില്ല, അത് ആത്മകണ്ണോടെ ആത്മാവ് നോക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. ആമീൻ, സ്തോത്രം. യൂദ ഏതാണ്ട് 3.5 കൊല്ലത്തോളം കർത്താവിനോട് കൂടെ ഉണ്ടായി. ആമീൻ. ഞാനോ എന്ന് ചോദിക്കാൻ കാരണം കൂടെ നടന്ന മറ്റ് ശിഷ്യന്മാർക്കാർക്കും യൂദായെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഇതുപോലെ കുറെ കൊല്ലം ആമീൻ കൂടെ നടന്നാലും തിരിച്ചറിയാൻ കഴിയാത്ത ചില യൂദാമാരുണ്ട്. എന്നാൽ ദൈവത്തിന്റെ സമയമാകുമ്പോൾ ആമീൻ അപകടം എടുത്ത് മുക്കിയിട്ട് ആമീൻ സ്തോത്രം അവൻ തിന്നിട്ട് സ്ഥലം വിടും. അപ്പോൾ ദൈവത്തിന്റെ മക്കൾ തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യം, നാം ദൈവത്തിന്റെ കൃപയിലായിരിക്കുമ്പോൾ തന്നെ ചീത്തയായി പോകാൻ പാടില്ല. നമ്മെ ചീത്തയാക്കാൻ ശ്രമിക്കുന്ന, പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്ന, നമ്മുടെ നിലനിൽപ്പിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന, ആത്മീയ നിലവാരത്തിന്റെ ഔന്നത്യമായ അനുഭവങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന മാനുഷിക പൈശാചിക ശക്തികൾ ഉണ്ടാകാം. അതിനെ എതിർത്ത്, അതിനെ ജയിച്ച്, അതിന്റെ മേൽ ജയോത്സവം കൊണ്ടാടിയ യേശുക്രിസ്തുവിന്റെ കൃപയിൽ നാം മറയുമ്പോൾ അതിന്റെ മേൽ ദൈവം നമുക്ക് ജയം നൽകുകയാണ്. പോരാട്ടമില്ലെന്നല്ല, പ്രതിസന്ധികളില്ലെന്നല്ല, പ്രതികൂലങ്ങൾ വരത്തില്ലെന്നല്ല, ഇതെല്ലാം ഉണ്ടാകും. പക്ഷേ അതിനെ അതിജീവിക്കാനുള്ള ദൈവകൃപയും പരീക്ഷയോടുകൂടിയുള്ള പൂക്കുവഴിയും ദൈവം തന്ന് നമ്മെ നടത്തുന്ന ദൈവമാണ്. അപ്പോൾ മൂന്നാമത്തെ ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള വെളിപ്പാട്, കുശവന്റെ കയ്യിലിരിക്കുന്ന കളിമൺ പാത്രം ചീത്തയായിപ്പോയി എന്നുള്ളതാണ്. നാലാമത്തെ മറ്റൊരു തകർച്ചയുടെ വെളിപ്പാട് യിരെമ്യാപ്രവചനം 24-ാം അധ്യായം 2-ാം വാക്യമാണ്. അവിടെ ഇങ്ങനെയാണ്, ഒരു കുട്ടയിൽ എത്രയും നല്ല അത്തിപ്പഴം, മറ്റേ കുട്ടയിൽ എത്രയും ആകാത്ത പഴുത്തുപോയ അത്തിപ്പഴം. 2 കുട്ട അത്തിപ്പഴത്തിന്റെ ചിത്രമാണ് അവിടെ കാണിക്കുന്നത്. എത്രയും ആകാത്തത്, പഴുത്തുപോയതാണ് അത് എന്ന് പറഞ്ഞാൽ എക്സ്പയർഡ് ആയതാണ്, കാലഹരണപ്പെട്ടു പോയതാണ്. ഉദാഹരണമായി പറഞ്ഞാൽ 2020 മാർച്ച് മാസം 31-ാം തീയതി കുടിക്കേണ്ട കത്സിറവ് ആമീൻ അതിന്റെ ലാസ്റ്റ് ഡേറ്റ്, എക്സ്പയറി ഡേറ്റ് മാർച്ച് 31 ആണെങ്കിൽ ഏപ്രിൽ 1-ാം തീയതി കഴിച്ചാൽ ആമീൻ അത് വിഷമായി മാറുന്നു, ഗുണത്തെക്കാൾ അധികം ദോഷമായി മാറുന്നു. ആമീൻ അത് എക്സ്പയർഡ് ആണ്, അത് കാലഹരണപ്പെട്ടതാണ്. ഇതുപോലെ ദൈവസഭയ്ക്കകത്തും കാലഹരണപ്പെട്ട ആളുകളുണ്ട്, കാലം കഴിഞ്ഞവരുണ്ട്, ദൈവം തള്ളിയ കേസുകളുണ്ട്, ദൈവത്തിന് പ്രയോജനമില്ലാത്തതുണ്ട്, സഭയ്ക്ക് ഭാരമായി നിൽക്കുന്നതുണ്ട്, ദൈവനാമം ദുഷിക്കുന്നതായിട്ടുള്ളതുണ്ട്, മറ്റുള്ളവരുടെ ആത്മീയ മുന്നേറ്റത്തിന് തടസ്സം നിൽക്കുന്ന ആളുകളുണ്ട്, തടങ്കൽ പാറകളുണ്ട്, സ്റ്റംബ്ലിംഗ് ബ്ലോക്കുകളുണ്ട്. ആമീൻ, സ്തോത്രം. അവരെ കുറിച്ച് പുസ്തകം പറയുന്ന മറ്റൊരു പ്രയോഗം പറഞ്ഞാൽ,
ജീവനുള്ള ദൈവത്തിൽ നിന്ന് അകന്ന് മനസാക്ഷി നഷ്ടപ്പെട്ട് മനം തഴമ്പിച്ചു പോയവരാണ്. അവർ മനം തഴമ്പിച്ചു പോയവരാണ്. ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴമ്പിച്ചു പോയവരാണ്. അങ്ങനെയുള്ള ഒത്തിരി ആളുകളുണ്ട്. അവരെ ദൈവത്തിനും വേണ്ട, സഭയ്ക്കും വേണ്ട, പിശാചിനും വേണ്ട എന്ന നിലകളിലുള്ളവരാണ്. ചിലപ്പോൾ അവരുടെ വീട്ടുകാർക്ക് പോലും അവരെ വേണ്ടാത്ത കേസുകളായിരിക്കും. പള്ളി വരുമ്പോൾ അതൊന്നും തോന്നത്തില്ല, പാട്ട് പാടുമ്പോഴും അതൊന്നും തോന്നത്തില്ല. പക്ഷെ ആർക്കും ആമീൻ ഉപയോഗമില്ലാതെ എക്സ്പയർഡായ, കാലഹരണപ്പെട്ട, ഏത് നല്ല കാര്യത്തിനും മുടക്ക് പറയുന്ന, ഏത് ആത്മീയ മുന്നേറ്റത്തിനും നെഗറ്റീവ് പറയുന്ന, ഏത് ആമീൻ സ്തോത്ര സതുപദേശത്തെയും കളങ്കപ്പെടുത്തുന്ന, ഏത് ശുശ്രൂഷകനെയും വിമർശിക്കുന്ന, ഏത് ആത്മീയ നിലവാരത്തെയും ചോദ്യം ചെയ്യുന്ന ആമീൻ ആളുകളാണ് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അപ്പോൾ ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചുള്ള യിരെമ്യാവിന്റെ വെളിപ്പാടുകൾ, 4 വെളിപ്പാടുകൾ നാം കാണുന്നു. 1, ഒടിഞ്ഞു കിടക്കുന്ന ഒലിവ് കൊമ്പ്. 2, ദ്രവിച്ചുപോയ അരക്കച്ച. 3, കുശവന്റെ കയ്യിലിരിക്കുമ്പോൾ തന്നെ ഉടഞ്ഞുപോയ കളിമൺ പാത്രം. 4, പഴുത്തുപോയ അത്തിപ്പഴം. വാസ്തവത്തിൽ ഈ 4 വെളിപ്പാടുകളും ഒന്നിനെ കുറിക്കുന്നതാണ്. അരക്കച്ച മനസ്സിലാക്കാൻ കഴിയാതെ പോയാൽ ഒലിവ് കൊമ്പിലൂടെ മനസ്സിലാക്കണം. അതിൽ 2ലും കൂടെ കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയാതെ പോയാൽ കളിമൺ പാത്രത്തിലൂടെയോ അത്തിപ്പഴത്തിലൂടെയോ കാര്യങ്ങൾ ഗ്രഹിക്കണം. ഏത് വിധേനയും അവനവന്റെ തകർച്ച, സഭയുടെ തകർച്ച, ആത്മീയ തകർച്ച ആമീൻ തിരിച്ചറിയാൻ കഴിയണം. അതിനുവേണ്ടിയാണ് പ്രവാചകനെ വിവിധ നിലകളിൽ ദർശനത്തിലൂടെ ഇസ്രായേൽ ജനത്തിന്റെ അവസ്ഥ വ്യക്തമാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് പകൽ ഈ 4 വെളിപ്പാടുകളും തകർച്ചയെ കുറിക്കുന്നതാണ്. ഒടിഞ്ഞു കിടക്കുന്നു, ഉടഞ്ഞു കിടക്കുന്നു, ദ്രവിച്ചു കിടക്കുന്നു, പഴുത്തുപോയിരിക്കുന്നു. പ്രഥമമായിട്ടുള്ള സാഹചര്യം, അക്ഷരീയമായ സാഹചര്യം, കാവൽപുരമുറ്റത്ത് യിരെമ്യാവിനെ അടച്ചിരിക്കുന്നു. ജനത്തെ മുഴുവൻ ബാബേൽ സൈന്യം വന്ന് വളഞ്ഞ് നിരോധിച്ചിരിക്കുന്നു. അപ്പോൾ ഭൗതികമായ അക്ഷരികമായ നിരോധനം അക്ഷരികമായ കണ്ണുകൊണ്ട് യിരെമ്യാവ് കാണുകയാണ്. ആത്മ കണ്ണുകൊണ്ട് ജനത്തിന്റെ തകർച്ചയെ സംബന്ധിച്ച ദൂതുകളും യിരെമ്യാവ് വെളിപ്പാടുകളിലൂടെ കാണുകയാണ്. എങ്കിലും പ്രാർത്ഥിക്കുന്ന യിരെമ്യാവ് പ്രാർത്ഥന തുടരുകയാണ്. ഇന്ന് പകൽ ഈ ദൂത് കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ദൈവത്തിന്റെ അഭിഷിക്തന്മാരെ, നിങ്ങളുടെ മുൻപിലും ഇതുപോലെ അക്ഷരികമായി നിങ്ങൾ കാണുന്ന ഉപരോധം, നിരോധനം, ലോക്ക്ഡൌണുകൾ ഉണ്ട്. ഗമനാഗമനങ്ങൾ അനുവദിക്കാത്ത, കൃഷി നടക്കാത്ത, ബിസിനസ് നടക്കാത്ത, യാത്രകൾ ഒരുങ്ങാത്ത, വിവിധ നിലകളിൽ ഞെരുക്കുന്ന, ഒതുക്കുന്ന, ക്ഷാമം വരുത്തുന്ന, ഷോർട്ടേജ് വരുത്തുന്ന സാഹചര്യങ്ങൾ അക്ഷരികമായി തന്നെ ഉണ്ടാകാം. അത് മാത്രമല്ല അതുണ്ടാകുമ്പോൾ ശരിയായ സ്തോത്രം, സജീവമായ നാം ചെയ്തു വന്ന ഇന്നലകളിലെ ആത്മീയ നിലവാരങ്ങൾ, അതിന്റെ നിലകളിൽ കാത്തു സൂക്ഷിക്കാൻ കഴിയാതെ പോകുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാകാം. എന്നാൽ ഏത് തരത്തിലുള്ള ഭൗതിക ആത്മീയ സാഹചര്യമാണെങ്കിലും നാം സേവിക്കുന്ന ദൈവം നമ്മെ കൈവിടുന്ന ദൈവമല്ല. ആ പ്രതികൂല സാഹചര്യങ്ങൾ ഇറങ്ങി വന്ന് നമ്മെ സഹായിപ്പാൻ ശക്തനായ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. പക്ഷെ യിരെമ്യാവ് പ്രാർത്ഥന തുടർന്നതുപോലെ നാം പ്രാർത്ഥന തുടരേണ്ടതാണ്. അങ്ങനെ പ്രാർത്ഥന തുടർന്ന യിരെമ്യാവിന് 5ാമത് വിടുതലിന്റെ ഒരു വെളിപ്പാട് കാണിക്കുകയാണ്. 32-ാം അധ്യായം, യിരെമ്യാവ് 32-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങളിലാണ് നമുക്കത് കാണാൻ കഴിയുന്നത്. നിന്റെ ഇളയപ്പനായ ശല്ലൂമിന്റെ മകൻ ഹനമേൽ നിന്റെ അടുക്കൽ വന്നിട്ട് സ്തോത്രം, അനാഥോത്തിലെ ആ നിലം അങ്ങ് വിലയ്ക്ക് വാങ്ങണമെന്ന് പറയുന്ന ഒരു വെളിപ്പാട്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ യിരെമ്യാവ് 5ാമത് നിലം വിലയ്ക്ക് വാങ്ങുന്ന, ആധാരം എഴുതി ഒപ്പിടുന്ന
ക്രയവിക്രയങ്ങൾ നടക്കുന്ന സ്തോത്രം ഒരു വെളിപ്പാട് കാണുകയാണ്. 4 തകർച്ചയുള്ള വെളിപ്പാടും ആത്മീയമായ വെളിപ്പാടും അക്ഷരികമായ നിരോധനവും തന്റെ കൺമുൻപിൽ അകം കണ്ണുകൊണ്ടും പുറം കണ്ണുകൊണ്ടും ഒരുപോലെ കാണുമ്പോഴും 5ാമത്തെ വിടുതലിന്റെ വെളിപ്പാട് സ്തോത്രം പ്രാർത്ഥിക്കുന്ന യിരെമ്യാവിന് ദൈവം നൽകുകയാണ്. ഇരുവശങ്ങൾ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇതുവരെ നിങ്ങൾ കണ്ടതൊക്കെ തകർച്ചയുടെ നിരോധനത്തിന്റെ ഉപരോധത്തിന്റെ സ്തോത്രം സാഹചര്യങ്ങളും കാഴ്ചകളുമാണ് കണ്ടതെങ്കിൽ അതിനപ്പുറത്ത് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലിന് വിടുതലിന്റെ ഒരു വെളിപ്പാട് യിരെമ്യാവ് കണ്ടതുപോലെ കാണാൻ ദൈവം ഇടയാക്കും. അപ്പോൾ സ്തോത്രം യിരെമ്യാവിന്റെ അടുക്കൽ വന്ന് അവന്റെ ഇളയപ്പന്റെ മകൻ പറയുന്നത് പോലെ അവൻ കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാവുകയാണ്. 17 ശേക്കൽ വെള്ളി തൂക്കിക്കൊടുത്ത് ആധാരമെഴുതി സാക്ഷികളെ വെച്ച് ഒപ്പിട്ടു, എഗ്രിമെന്റ് ചെയ്യുകയാണ്. 15ാം വാക്യത്തിൽ അത് വ്യക്തമാണ്. ഇനിയും ഈ ദേശത്തെ വീടുകളും നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും ക്രയവിക്രയം ചെയ്യുമെന്ന് ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു എന്നുള്ളതാണ് ആ 5ാമത്തെ വെളിപ്പാടിന്റെ കണ്ടന്റ്. അതാണ് സാരാംശം. അതാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാം അസ്തമിച്ചു. ഇനി ബിസിനസ് നടക്കത്തില്ല, ഇനി ജോലി നടക്കത്തില്ല, ഇനി ഇങ്ങനെ ഒരു വരവ് സ്തോത്രം ഈ നാട്ടിലേക്ക് ഉണ്ടാകത്തില്ല. എല്ലാം അസ്തമിച്ചു, എല്ലാം ആത്മീയവും തകർന്നു, ഭൗതികവും തകർന്നു എന്ന് ചിന്തിക്കുന്ന, നിരാശപ്പെടുന്ന, ഭാരപ്പെടുന്ന ദൈവത്തിന്റെ പൈതലെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന് പറയാനുള്ളത് സ്തോത്രം ഈ നിരോധനം എല്ലാത്തിന്റെയും അവസാനമല്ല. ഈ ലോക്ക്ഡൌൺ എല്ലാത്തിന്റെയും അവസാനമല്ല. അതിനപ്പുറത്ത് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. വിടുതലിന്റെ 5ാമത്തെ വെളിപ്പാട് ഇതാണ്. ഇനിയും ഈ ദേശത്ത് ക്രയവിക്രയങ്ങൾ നടക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. സ്തോത്രം, ഹല്ലേലൂയ. പക്ഷെ ഈ ദൂത് 5ാമത്തെ വെളിപ്പാട് അവൻ കണ്ടെങ്കിലും യിരെമ്യാവ് നമ്മെപ്പോലെ മനുഷ്യനാകൊണ്ട് ഒരല്പം ഒന്ന് ഇരുന്ന് ചിന്തിച്ചു. എങ്കിലും പ്രാർത്ഥനയിൽ യിരെമ്യാവ് ദൈവത്തെ കാര്യങ്ങൾ ഗ്രഹിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. നമ്മൾ ഇതുപോലെയാണ്. ചില വിഷയങ്ങളൊക്കെ കഠിനമായി നമ്മുടെ കൺമുൻപിൽ കാണുമ്പോൾ, ആത്മക്കണ്ണാൽ നാം കാണുമ്പോൾ ദൈവത്തെ കാര്യങ്ങൾ ഗ്രഹിപ്പിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ നാം തിരിച്ചറിയേണ്ടത് ദൈവം സർവജ്ഞാനിയാണ്. നാം ജനിക്കുന്നതിന് മുമ്പേ ഇന്നുണ്ടാകുന്ന അവസ്ഥകൾ കാണാൻ കഴിവുള്ള ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഹല്ലേലൂയ. യിരെമ്യാവ് മുഴങ്കാലിലിരുന്ന് പ്രാർത്ഥന ആരംഭിച്ചു. സ്തോത്രം, ആമേൻ. യിരെമ്യാവ് ദൈവത്തോട് പറയുകയാണ് 24ാം വാക്യത്തിൽ, ഇതാ വാടകൾ നഗരത്തെ പിടിക്കേണ്ടതിനടുത്തിരിക്കുന്നു. വാളും ക്ഷാമവും മഹാമാരിയും എല്ലാം നീ അരുളിച്ചതുപോലെ വന്നിരിക്കുന്നു. കൽദയരുടെ കയ്യിൽ, ബാബേൽ രാജാവിന്റെ കയ്യിൽ സ്തോത്രം ഈ നഗരം ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇറാഖ് കുവൈറ്റിനെ ആക്രമിച്ച് ഇറാഖിന്റെ നിയന്ത്രണത്തിൽ കുവൈറ്റ് ആയിരുന്നത് പോലെ സ്തോത്രം ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ ആക്രമിച്ച് അതിന്റെ ചരട് വലിച്ചതിനെ നിയന്ത്രിക്കുന്നത് പോലെ അക്ഷരികമായ ഒരു അവസ്ഥയുടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാബേൽ സൈന്യം യെരൂശലേമിനെ നിരോധിച്ചതിന്റെ കൺട്രോൾ ചരട് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് കൽദയരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കേ എന്നുള്ള പ്രയോഗം. പക്ഷേ ആ ഭാഗത്ത് ഇങ്ങനെ ഒരു ചോദ്യമുണ്ട്. ഇങ്ങനെ ബലമുള്ള രാജ്യത്തിന്റെയും രാജാവിന്റെയും സൈന്യത്തിന്റെയും കയ്യിൽ ഈ കൊച്ചു രാജ്യമായ യെരൂശലേം, ഇസ്രായേൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കേ, സ്തോത്രം, ഹല്ലേലൂയ. എങ്ങനെ രക്ഷയുണ്ടാകും ദൈവമേ? നീ പറഞ്ഞ 5ാമത്തെ ദൂത്, നീ കാണിച്ച 5ാമത്തെ വെളിപ്പാട് നിറവേറുമോ എന്നാണ് യിരെമ്യാവിന്റെ ചോദ്യം. സ്വാഭാവികമാണിത്. ദൈവത്തിന്റെ മക്കളെ, അപ്പോഴാണ് ദൈവം പറയുന്നത്, ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ? ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാണ്. അപ്പോൾ നാം വായിച്ച കുറിവാക്യം, ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഐ ആം ദ ലോർഡ്, the God of all mankind. Is anything too hard for me?
എനിക്ക് കഴിയാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ എന്നാണ്. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് താങ്കളോട് ചോദിക്കുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഹല്ലേലൂയ. എന്താ അതിന്റെ മുമ്പിലുള്ള പ്രതിസന്ധി? ആമേൻ, സ്തോത്രം. ക്രയവിക്രയങ്ങൾ ഇനിയും നടക്കത്തില്ലയോ? നടക്കും. വീട് പണിയാൻ ഇനി കഴിയത്തില്ലേ? കഴിയും. മതിൽ പണിയാൻ കഴിയത്തില്ലേ? ദൈവത്തിന് അത് ചെയ്യാൻ കഴിയും. ഒരു പുതിയ ഓപ്പണിംഗ് തരാൻ ദൈവത്തിന് കഴിയില്ലേ? ദൈവത്തിന് തരാൻ കഴിയും. സ്തോത്രം. നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി ആമേൻ ഒരു ഉന്നതമായ വിദ്യാഭ്യാസം തരാൻ കഴിയില്ലേ? ദൈവത്തിന് അത് തരാൻ കഴിയും. ജീവിതത്തിലൊരു പ്രൊമോഷൻ തരാൻ ദൈവത്തിന് കഴിയില്ലേ? ദൈവത്തിന് അത് കഴിയും. മറ്റൊരു രാജ്യത്തേക്ക് ഒരു വഴി തുറക്കാൻ കഴിയില്ലേ? ദൈവത്തിന് അത് തരാൻ കഴിയും. ഈ രോഗശക്തികൾ, അതിന്റെ ബന്ധനങ്ങൾ നിങ്ങളെ ആമേൻ തകർക്കാതെ രക്ഷിക്കാൻ ദൈവത്തിന് കഴിയില്ലേ? ദൈവത്തിന് അത് കഴിയും. എല്ലാ വാതിലുകളും അടഞ്ഞു എന്ന് തോന്നിയാലും ദൈവത്തിന് നിങ്ങൾക്ക് വേണ്ടി പുതിയതായ ഒരു വാതിൽ തുറക്കാൻ കഴിയും. ആമേൻ. ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? അപ്പോൾ ഇവിടെ ഈ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു എന്നുള്ള പ്രയോഗം നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഇവിടെ 3 കൂട്ടം ആളുകളെയാണ് ആമേൻ ആ സകല ജഡവും എന്നുള്ള പ്രയോഗത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്ന്, ബാബേൽ സൈന്യം എന്ന് പറയുന്ന ജഡം, മനുഷ്യരെയാണ് ഈ ജഡം എന്നുള്ള പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഉൽപ്പത്തിയിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, മനുഷ്യരിൽ എന്റെ ആത്മാവ് സദാകാലവും ബാധിച്ചുകൊണ്ടിരിക്കത്തില്ല, അവർ ജഡം തന്നെയല്ലോ എന്ന് നാം കാണും. അപ്പൊ ജഡം എന്ന് പറഞ്ഞിരിക്കുന്നത് മനുഷ്യരെയാണ്. സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പൊ മനുഷ്യരെയാണ് ജഡം എന്നുള്ള പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മസിൽ പവറുള്ള, മേലാധിപത്യമുള്ള ആ മഹാസൈന്യമെന്ന ആ ജഡം, യെരുശലേമിനെ വളഞ്ഞിരിക്കുന്നവരുണ്ടല്ലോ, അവര് എന്റേതാണ്. ഞാൻ പറയുമ്പോൾ അവരങ്ങ് പോകാനുള്ള കേസേ ഉള്ളൂ. അതുകൊണ്ട് നീ അവരെ കണ്ട് ഭയപ്പെടരുത്. ഇന്ന് പകൽ ദൈവത്തിന്റെ പൈതലെ, നിന്നേക്കാൾ വലിപ്പമുള്ള, പൊക്കമുള്ള, മാൻ പവറുള്ള, ഹല്ലേലൂയ, മണി പവറുള്ള, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, മെന്റൽ പവറുള്ള, ആയുധശേഷിയുള്ള, സ്തോത്രം, ആരുമാകട്ടെ, ദൈവം നിയന്ത്രിച്ചാൽ അതെല്ലാം നിയന്ത്രണ വിധേയമാകും. മറന്നു പോകരുത്. ആകയാൽ ദൈവം പറഞ്ഞാൽ പോകാനുള്ളതേ ഉള്ളൂ. നാം ക്രമീകരിക്കപ്പെടുമ്പോൾ ദൈവം വന്ന് വളഞ്ഞിരിക്കുന്ന ശത്രുവിനെ അതിന്റെ വഴിക്ക് തിരിച്ചയക്കും. ഉദാഹരണം, ഞാൻ അയച്ച എന്റെ മഹാസൈന്യമായ തുള്ളനും വെട്ടുക്കിളിയും വിട്ടിലും തിന്നുകളഞ്ഞ കാലം ത്തിലെ സംവത്സരങ്ങൾ കൊത്തവണ്ണം ഞാൻ നിങ്ങൾക്ക് പകരം തരും. അപ്പൊ ഞാൻ അയച്ച സൈന്യം എന്നാണ് പറയുന്നത്. തുള്ളനും വെട്ടുക്കിളിയും വിട്ടിലുമെല്ലാം ദൈവം അയച്ചതാണ്. ദൈവം പറയുമ്പോൾ അത് പോവും. രണ്ടാമത്, ഒടിഞ്ഞും ഉടഞ്ഞും പഴുത്തും ദ്രവിച്ചും പോയ ഇസ്രായേൽ എന്ന യെരുശലേമിലെ ഈ ജനമുണ്ടല്ലോ, അവരും എന്റെ ജനമാണ്. സകല ജഡവും എന്ന് പറയുമ്പോൾ അവരും ദൈവത്തിൻ്റെതാണ്. അപ്പോൾ പ്രത്യാശ നഷ്ടപ്പെട്ട, ഒടിഞ്ഞതുപോലെ, ഉടഞ്ഞതുപോലെ, ദ്രവിച്ചതുപോലെ, പഴുത്തതുപോലെ, കാലഹരണപ്പെട്ടതുപോലെ ഇനിയും രക്ഷപ്പെടത്തില്ലെന്ന് പറയുന്ന ദൈവത്തിന്റെ പൈതലേ, നീയും ദൈവത്തിൻ്റെതാണ്. ദൈവം നിന്നെ തകർക്കാനല്ല, പണിയാനാണ്. ആമീൻ. ചിതറിക്കാനല്ല, ഒന്നിപ്പിക്കാനാണ്. ഹല്ലേലൂയ. മുറിക്കാനല്ല, മുറിവ് കെട്ടാനാണ്. ഇടയാളകതനെ ബന്ധിക്കാനല്ല, അവൻ നിന്നെ സ്വതന്ത്രമാക്കാനാണ് വിളിച്ചത്. ആകയാൽ ഈ ദിവസങ്ങളിൽ നിന്റെ തകർച്ച കണ്ട് ഭാരപ്പെടരുത്. ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാണ്. മൂന്നാമതൊരു ഗ്രൂപ്പും കൂടുണ്ട്. അത് യിരെമ്യാ പ്രവാചകനാണ്. യിരെമ്യാവേ, എന്റെ ദൂതുമായി, വെളിപ്പാടുമായി, ദർശനവുമായി, വചന ശുശ്രൂഷയുമായി, ഇടയ ശുശ്രൂഷയുമായി, ആമേൻ, ദൈവം നിന്നെ അയച്ചെങ്കിൽ നീ ആയിരിക്കുന്ന രാജ്യത്ത് നിന്നെ ആമീൻ ബന്ധിക്കാൻ, നിന്റെ കൈകാലുകളെ, കാലുകളെ ബന്ധിക്കാൻ, ആമീൻ, സ്തോത്രം, താൽക്കാലികമായി ദൈവം അനുവദിച്ചാലും അതൊരു സ്ഥിരമായ ആമീൻ പദ്ധതികളല്ല. ആമീൻ, നിന്നെ വിളിച്ചവൻ ഉടമസ്ഥൻ വരുമ്പോൾ നിന്റെ കാലിലുള്ള യാമം മാറും, കയ്യിലുള്ള ചങ്ങല മാറും. ആമീൻ, സ്തോത്രം, ഞാൻ നിനക്കും ഗമനാഗമനങ്ങൾ അനുവദിക്കാൻ പോകുകയാണ്.
ഒരേ രാജ്യത്ത് നിന്ന് സ്ഥിരമായി ശുശ്രൂഷിക്കാനല്ല, ഒരേ സഭയിൽ നിന്ന് സ്ഥിരമായി ശുശ്രൂഷിക്കാനല്ല, മറ്റുള്ളവരുടെ നിയന്ത്രണത്തിലും വിധേയത്വത്തിലും അടിമപ്പെട്ട് കിടക്കാനുമല്ല. അതിനപ്പുറത്ത് നീ ഞരങ്ങുന്ന സാഹചര്യത്തിന്റെ നടുവിൽ നിനക്ക് വേണ്ടി പുത്തൻ ഓപ്പണിങ്ങൾ ഒരുക്കി, ആമേൻ, ഗമനാഗമനങ്ങൾ ഒരുക്കി, യാത്രകൾ ഒരുക്കി മാനിക്കുവാൻ വിശ്വസ്തനായ ദൈവമാണ്. അതുകൊണ്ട് ആമേൻ, കർത്താവിന്റെ വേലയിൽ അധ്വാനിക്കുന്ന അഭിഷിക്തന്മാരെ, ദൈവത്തിന്റെ ദാസന്മാരെ എന്ന് പറഞ്ഞാൽ നാം തിരിച്ചറിയേണ്ടത്, സ്തോത്രം, ദൈവം നമ്മെയും ആമീൻ കാണുന്നുണ്ട്. നമ്മുടെ ഉടമസ്ഥൻ അവനാണ്. ആ കൂട്ടത്തിൽ നമ്മളുകൊണ്ട് ദൈവം നമുക്ക് വേണ്ടിയും ഇടപെടും. ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു എന്ന് പറയുമ്പോൾ അത് ജനത്തിനോടുള്ള ദൂത് മാത്രമല്ല, ദൈവദാസന്മാരോടുള്ള ദൂത് കൂടിയാണ്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. 32 അധ്യായവും 33 അധ്യായവും ആമേൻ, സ്തോത്രം നാം വായിക്കുമ്പോൾ, ഹല്ലേലൂയ, ഇസ്രായേൽ ജനത്തിന് ദൈവം കൊടുക്കുന്ന വിടുതലിന്റെ വിശാലതകളെ കുറിച്ചാണ്, വരും കാലങ്ങളിൽ അവരോടുള്ള വാഗ്ദത്ത നിവൃത്തിയെക്കുറിച്ചാണ് നാം കാണാൻ കഴിയുന്നത്. ചില വാഗ്ദത്ത വിഷയങ്ങളൂടെ പറഞ്ഞിട്ട് ഞാൻ എന്റെ വാക്കുകൾ ദീർഘിപ്പിക്കാതെ ചുരുക്കുകയാണ്. 32 അധ്യായം യിരെമ്യാ പ്രവചനം 32 അധ്യായം 37 വാക്യത്തിൽ ദൈവം പറയുകയാണ്, എന്റെ കോപത്തിലും ക്രോധത്തിലും മഹാരോഷത്തിലും ഞാൻ അവരെ നീക്കിക്കളഞ്ഞ സകല ദേശങ്ങളിൽ നിന്നും ഞാൻ അവരെ ശേഖരിക്കും. അപ്പോൾ ഒരു ചിതറിപ്പോക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു ശേഖരണം ഉണ്ടാകും. ഒരു തകർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആമേൻ അതിനെ ഒന്നിപ്പിക്കുന്ന ഒരു ദൈവപ്രവൃത്തി ദൈവം വെളിപ്പെടുത്തും. മോശയോട് ദൈവം പണ്ട് പറഞ്ഞ ഒരു ദൂത് കൂടിയാണത്. ഇസ്രായേലേ, നീ ആകാശത്തിന്റെ അറുതി വരെ ചിതറിപ്പോയിരുന്നാലും ഞാൻ അവിടെ നിന്ന് അവരെ കൂട്ടിവരുത്തും എന്ന ദൂത് മോശയോട് ദൈവം പറഞ്ഞിട്ടുള്ള ദൂതാണ്. ആവർത്തനം 30:4 ആ ദൂത് ആമേൻ ആണ് നെഹമ്യാവും ഏറ്റെടുത്ത് പ്രാർത്ഥിപ്പാൻ ഇടയായി. അങ്ങനെയാണെങ്കിൽ സ്തോത്രം, ഇപ്പോൾ ഐക്യതയില്ലാതെ പലയിടങ്ങളിലായി ചിതറിക്കിടക്കുന്ന ചില വിഷയങ്ങളുണ്ടെങ്കിൽ ദൈവം അതിനെ ഒന്നിപ്പിക്കും. വ്യക്തികളുണ്ടെങ്കിൽ അതിനെ ഒന്നിപ്പിക്കും. കൂട്ടായ്മകൾ ഉണ്ടെങ്കിൽ ദൈവം അതിനെ ഒന്നിപ്പിക്കുന്ന സമയം വരികയാണ്. 42 വാക്യത്തിന്റെ അവസാന ഭാഗം, ഞാൻ അവർക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന എല്ലാ നന്മയും അവർക്ക് വരും. അപ്പോൾ ഇപ്പോൾ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും കേട്ട വാഗ്ദത്തങ്ങൾ, ഇതിനു മുമ്പ് ഉള്ള വാഗ്ദത്തങ്ങൾ, ഇപ്പോഴത്തെ പ്രതിസന്ധിയാൽ നീ കേട്ട വാഗ്ദത്തങ്ങൾ ഉടഞ്ഞു പോകത്തില്ല. ഒന്നുകൂടി ഇത് ശ്രദ്ധിക്കുക. ഇപ്പോൾ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ഇതിനു മുമ്പ് നീ കേട്ട വാഗ്ദത്തങ്ങൾ ഇപ്പോഴത്തെ പ്രതിസന്ധിക്കകത്ത് ഉടഞ്ഞു പോകത്തില്ല. ഈ നിരോധനവും ഉപരോധവും മാറുക മാത്രമല്ല, ആമേൻ, പ്രത്യുത ആ വാഗ്ദത്തങ്ങളെ നിവർത്തിയിലേക്ക് ദൈവം കൊണ്ടുവരും. അതുകൊണ്ടാണ് 42 വാക്യത്തിൽ ഞാൻ അവർക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന എല്ലാ നന്മയും വരുത്തുമെന്ന് പറയാനിടയായി. സ്തോത്രം. 3 കാര്യം, നിലങ്ങൾ വിലയ്ക്ക് മേടിച്ച് ആധാരം എഴുതി സാക്ഷികളെ വയ്ക്കും. 44 വാക്യത്തിന്റെ അവസാന ഭാഗം, ആമേൻ, ഇനി 1 സെന്റ് ഭൂമി മേടിക്കാൻ ഒക്കത്തില്ല എന്ന് ചിന്തിക്കേണ്ട. ദൈവത്തിന്റെ സമയമാകുമ്പോൾ എഗ്രിമെന്റ് ചെയ്ത് അവകാശങ്ങളിലേക്ക് കടക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കും. 6 വാക്യം 33 വാക്യം, ഞാൻ നിനക്ക് ഉത്തരവരളും, നീ അറിയാത്തതും മഹത്തായതും അഗോചരവുമായുള്ള കാര്യങ്ങളെ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. ഇതുവരെ കാണാത്ത ചില വെളിപ്പാടുകൾ, സ്വപ്നങ്ങൾ, ദർശനങ്ങൾ, കേൾക്കാത്ത ചില ദൂതുകൾ, ദൈവ ശബ്ദങ്ങൾ കാണാനും കേൾക്കാനും ഈ ഉപരോധം, ഈ നിരോധനം, ഈ ലോക്ക്ഡൌൺ ഇടയാക്കും. പ്രൈസ് ദി ലോർഡ്. 6 വാക്യം, ഇതാ ഞാൻ രോഗശാന്തിയും അവൻ ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കുകയും സമാധാനത്തിന്റെയും സത്യത്തിന്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. 33:6. അപ്പോൾ വാഗ്ദത്തങ്ങൾക്കകത്ത് രോഗശാന്തി കൂടെയുണ്ട്. അതിനകത്ത് സമാധാനവും സന്തോഷവും സമൃദ്ധിയുമുണ്ട്. ഈ രോഗം, ആമേൻ, സ്തോത്രം, നിന്നെ തകർക്കാനുള്ളതല്ല. ആമേൻ, അതിനപ്പുറത്ത് സൗഖ്യം തന്ന് മാനിക്കാൻ ഉള്ളതാണ്. ദൈവ പദ്ധതിയിൽ നീ ഉള്ള ദൈവ പൈതലാണെങ്കിൽ, വാഗ്ദത്തം കേട്ട ദൈവ പൈതലാണെങ്കിൽ ഈ രോഗത്തിന് നിന്നെ തകർക്കാൻ ഒക്കത്തില്ല. ആമേൻ, നിന്നെ സൗഖ്യമാക്കി പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുന്ന ദൈവമാണ്.
ആമേൻ. സ്തോത്രം. 6-ാമത്തെ വാഗ്ദത്തം 33-ാം വാക്യം, ആനന്ദഘോഷവും സന്തോഷത്തിനെയും മണവാളന്റെ സ്വരവും മണവാട്ടിയുടെ സ്വരവും ഉണ്ടാകും. ഇനിയിപ്പോ കല്യാണം നടക്കുമോ എന്നൊന്നും ചിന്തിച്ച് ഭാരപ്പെടേണ്ട. പ്രായം എത്രയായാലും ആമേൻ, ദൈവത്തിന്റെ സമയം ആകുമ്പോൾ ആമേൻ, മണവാളന്റെ സ്വരവും മണവാട്ടിയുടെ സ്വരവും ഉണ്ടാകും എന്ന് പറഞ്ഞാൽ കല്യാണം നടക്കുമെന്ന് സാരം. 7-ാമത്തെ വാക്യത്വം, ആടുകൾ എണ്ണുന്നവന്റെ കൈക്കീഴിൽ ഇനിയും ആടുകൾ കടന്നുപോകും. ഇസ്രായേലിലെ പ്രധാന വരുമാന മാർഗങ്ങളിൽ ഒന്നായിരുന്നു ആടിനെ വളർത്തൽ. ഇസ്രായേൽ ജനത്തിന്റെ ആടുണ്ടെങ്കിൽ പാലുണ്ട്, ആടുണ്ടെങ്കിൽ കമ്പിളിയുണ്ട്, രോമം കൊണ്ട് കമ്പിളി ഉണ്ടാക്കും, ആടുണ്ടെങ്കിൽ ആട്ടിറച്ചിയുണ്ട്, മട്ടനുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ നന്മയോടുള്ള ബന്ധത്തിൽ എല്ലാം തീർന്നു എന്ന് വിചാരിക്കേണ്ട. സ്തോത്രം. ദൈവം തന്നത് ആമേൻ സൂക്ഷിക്കുകയും അർഹതപ്പെട്ടവർക്ക് പങ്കുവെക്കുകയും ചെയ്യണം. ഇനിയൊന്നും നടക്കത്തില്ലെന്ന് കണ്ട് ആരും ഭാരപ്പെടേണ്ടതില്ല. ഇനിയും ദൈവത്തിന് നന്മ തന്ന് നമ്മെ മാനിപ്പാനുണ്ട്. ദൈവത്തിൽ വിശ്വസിച്ച്, വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ച് ദൈവത്തിന്റെ പൈതൽ മുന്നേറണം. ഞാൻ എന്റെ വാക്കുകളെ ദീർഘിപ്പിക്കുന്നില്ല. ഇരമ്യാവിനോട് ദൈവം ചോദിച്ച ഒരു ചോദ്യമാണ്, ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? പ്രഥമമായ പശ്ചാത്തലം, ആമേൻ, ബാബേൽ സൈന്യം അവരെ വളഞ്ഞു, യെരുശലേമിനെ വളഞ്ഞു, ഇരമ്യാവിനെ കാവൽ പെരുമുറ്റത്ത് അടച്ചിട്ടിരിക്കും. വിദൂര പശ്ചാത്തലം, ഒടിഞ്ഞും ഉടഞ്ഞും പഴുത്തും ദ്രവിച്ചും പോയ അവരുടെ ആത്മീയ സാഹചര്യം. ആമേൻ, സ്തോത്രം. അത് മാത്രമല്ല, അതെല്ലാം തലങ്ങളെയും കുറിക്കുന്നതാകാം. ശാരീരികമോ മാനസികമോ ആത്മീയമോ സാമ്പത്തികമോ സ്വഭാവപരമോ കുടുംബപരമോ ആമേൻ, തൊഴിൽ മേഖലയോ ആമേൻ, ഇതെല്ലാം ആകാം. അങ്ങനെ ഒടിഞ്ഞോ ദ്രവിച്ചോ പഴുത്തോ ആമേൻ, സ്തോത്രം, ഒക്കെ കിടന്നിരുന്നാലും ആമേൻ, ആ അവസ്ഥയിൽ അങ്ങനെ തുടരത്തില്ല. ഈ നിരോധനം, ഈ ഉപരോധം ആമേൻ മാറും. ആമേൻ, ഇനിയും ക്രയവിക്രയങ്ങൾ നടക്കും. ആകയാൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ നമുക്ക് തിരിച്ചറിയാം. ദൈവമുമ്പാകെ ഇരമ്യാവ് പ്രാർത്ഥനയിൽ തുടർന്നതുപോലെ തുടരാം. കുറവുകൾ നമ്മുടെ ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ ഏറ്റുപറഞ്ഞ ദൈവത്തോട് നമുക്ക് അടുത്തു വരാം. ദൈവം ആമേൻ നമ്മെ നിശ്ചയമായി അനുഗ്രഹിക്കും. ഇത്രയും സമയം ക്ഷമയോടെ ദൈവത്തിന്റെ വചനം ശ്രദ്ധിച്ച കർത്താവിന്റെ അഭിഷിക്തൻ, ദൈവത്തിന്റെ ആമേൻ മക്കൾ, ആമേൻ എല്ലാവരെയും കർത്താവ് സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആമേൻ ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.